Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാഹനങ്ങൾ ഉപയോഗിക്കാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ. പുകപരിശോധന കാര്യക്ഷമമായി കൃത്യതയോടെ നടത്താൻ അങ്കമാലിയിൽ സെന്റ് ജൂഡ് സ്മോക്ക് ടെസ്റ്റിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. വാഹനങ്ങളിൽ നിന്നുയരുന്ന പുക വലിയ ആരോഗ്യ പ്രശ്നങ്ങളും അന്തരീക്ഷ മലിനീകരണവുമാണ് സൃഷ്ടിക്കുന്നത്. എല്ലാത്തരം വാഹനങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പുക പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് നിയമം. പലരും ഇക്കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. വാഹന പരിശോധനാ സമയത്ത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും. ശിക്ഷാ നടപടികൾ ഒഴിവാക്കാൻ പുക പരിശോധന കാര്യക്ഷമമായി നടത്തുന്നതിന് അങ്കമാലിയിൽ സെന്റ് ജൂഡ് സ്മോക്ക് ടെസ്റ്റിംഗ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. ബാങ്ക് ജംഗ്ഷനിൽ അഗ്രികൾച്ചറിസ്റ്റ് സൊസൈറ്റി റോഡിലാണ് സ്ഥാപനം തുറന്നിരിക്കുന്നത്. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ് പുതിയ സ്ഥാപനം നാടിന് സമർപ്പിച്ചു. സൈക്കിൾ വ്യാപാരമുണ്ട്, അദ്ദേഹത്തിന് ഈ പുകപരിശോധന കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം മത്സ്യം വിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ചെറുപ്പം തുടങ്ങി അങ്കമാലി ജനിച്ചു തുടങ്ങുന്ന ആളാണ്. അങ്കമാലിയിൽ പുള്ളി ഓടി നടന്ന് ഈ ബിസിനസ്സുകളൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളും പുള്ളി പാഴാക്കില്ല. അതുകൊണ്ടാണ് വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ഭാരവാഹി ആവാന്നൊക്കെ സംബന്ധിച്ച് അദ്ദേഹം അതിനും സമയം കണ്ടെത്തും. എത്ര തിരക്കുണ്ടെങ്കിലും അതിന് സമയം കണ്ടെത്തും. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം ഇവിടെ ആരംഭിക്കുന്ന ഈ പുക പരിശോധന കേന്ദ്രത്തിന്റെ ഒരു കാര്യം പറയുമേ, നമ്മളിപ്പോ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും, നമ്മള് സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും, ഈ പുക പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കും. ഈ പോലീസ് പിടിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നത് അധികം പേരും. പക്ഷെ ശരിക്കും യഥാർത്ഥത്തില് ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണെന്ന് കണ്ടെത്തിയാണ് നിയമം ഇത് നിയമമാക്കിയിരിക്കുന്നത്, നിയമത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ പുക പരിശോധന കേന്ദ്രവും നമ്മളൊക്കെ ഞാനടക്കം ഈ സാധനം പോലീസ് കൈ കിട്ടി 10-20 രൂപ കൊടുക്കണേലും നല്ലത് ഇതൊക്കെ മേടിച്ചു വെക്കാന്നോർത്ത് മേടിച്ചു വെക്കുന്നത്. അങ്ങനെയല്ല വേണ്ടേ. ശരിക്കും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഓരോ വ്യക്തികൾക്കും ഒരുപാട് ദോഷം വരുന്നത് നമുക്കിപ്പോൾ അറിയാം. ഡൽഹിയിലൊക്കെ അവിടെ ഭയങ്കര പൊല്യൂഷനായിട്ട് വലിയ പ്രശ്നങ്ങൾ, അവിടെ ഇൻഡസ്ട്രികൾ ഒരുപാടുണ്ട്, അതുപോലെ വാഹനപ്പെരുപ്പം വർദ്ധിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കേരളത്തിലും സംഭവിക്കണേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ രോഗികളാവും. ഞാൻ ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിൽ തന്നെ, അവിടെ ഭയങ്കര തിരക്കാണ്. ബോംബെ VT സ്റ്റേഷനിലെ പോലെ അവിടെ തിരക്ക്. അപ്പൊ നമ്മുടെ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരാണ്. ഇതിനൊക്കെ ഒരു കാരണം ഈ പുകയാണ്, പൊല്യൂഷനാണ്. അപ്പൊ ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം. പോലീസ് നിർബന്ധിച്ചുകൊണ്ടോ നിയമം പറഞ്ഞതുകൊണ്ടോ അല്ല. നമ്മളറിയണം നമ്മുടെ വണ്ടിക്ക് പുക പരിശോധന നടത്തിയില്ലെങ്കിൽ ഇതിന് ഒരുപാട് ദോഷങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട്, സമൂഹത്തിന് ദോഷമുണ്ട്. നമ്മുടെ വണ്ടിയുടെ റിപ്പയേഴ്സ് കൂടും, നമ്മുടെ വണ്ടിക്ക് റീസെയിൽ വാല്യൂ കിട്ടൂല, നമ്മുടെ വണ്ടി മെയിൻ്റനൻസ് ഒരുപാട് കൂടും. അങ്ങനെ നമുക്കും വ്യക്തിപരമായിട്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് ഈ പുക പരിശോധന നടത്തിയില്ലെങ്കിൽ. അപ്പോൾ പുക പരിശോധന നടത്താനുള്ള ഒരു കേന്ദ്രം ആരംഭിച്ച ബിനുവിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സ്ഥാപന ഉടമ ബിനു തരിയൻ അധ്യക്ഷനായിരുന്നു. അപ്പൊ എന്തായാലും പുക പരിശോധന കേന്ദ്രം തുടങ്ങുമ്പോൾ മറ്റുള്ളൊരു ബിസിനസ് പോലെയല്ല. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നേക്കാളും നമുക്ക് ഇത്തിരി കൂടി ഒരു ഗവൺമെന്റിന്റെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണെന്നാണ് ഞങ്ങളോട് ഇത് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് നേരിട്ട് നടത്തേണ്ട ഒരു സ്ഥാപനമാണ്. ഗവൺമെന്റിന് നടത്താൻ സാധ്യതകൾ കുറവായതുകൊണ്ട് ഇത് ഏജൻസികളായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് നടത്തിക്കുന്നതാണ് ഗവൺമെന്റ്. ശരിക്കും എല്ലാ വാഹനങ്ങളും നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കൺട്രോൾ നടക്കുന്നത്, എയർ പൊല്യൂഷൻ നടക്കുന്നത് വാഹനങ്ങളിലൂടെയാണ്. ഏറ്റവും അധികം പൊല്യൂഷൻ നമ്മളുടെ വാഹനങ്ങൾ, നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ 1-2 വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന എല്ലാ പുകയിൽപ്പെടുന്ന എല്ലാ കണ്ടന്റുകളും, ഹൈഡ്രജൻ ക്ലോറൈഡ്, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വേണ്ട എല്ലാ വിഷവാതകങ്ങളാണ് നമ്മൾ പുറന്തള്ളപ്പെടുന്നത്. അതെല്ലാം നമ്മുടെ അളവിൽ, നമ്മളുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള അളവിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് പുക പരിശോധന കേന്ദ്രങ്ങളുടെ ലക്ഷ്യം. നമുക്കറിയാം, നമ്മളെന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ ബ്ലഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണമാണ്. ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇതിലിങ്ങനെ എല്ലാവർക്കും തന്നെ ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളവരാണ്. ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ കൂടുതലിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം തന്നെ അതിൻ്റെ അനുസരിച്ച് ഡോക്ടറെ കണ്ട് നമ്മൾ അതിന് ഒരു പ്രതിവിധി കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളതിന് ചികിത്സ ആരംഭിക്കലുണ്ട്. അപ്പൊ വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഈ പുകയുടെ അളവ് നമ്മളൊരു ചെറിയ അളവ് മാത്രമാണ് നമ്മളുടെ മെഷീനിലൂടെ കടത്തി വിട്ടിട്ട് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടന്റുകൾ കൂടുതലുണ്ടെങ്കിൽ
ഇത് സ്വാഭാവികമായിട്ടും ആ വാഹനം പുറന്തള്ളപ്പെടുന്ന ഏതെങ്കിലും പൊല്യൂഷന്റെ ഏതെങ്കിലും ഒരു ഘടകം കൂടുതലുണ്ടെങ്കിൽ ആ വാഹനം പൊല്യൂഷനിൽ റിജക്റ്റ് ആവും. ആ റിജക്റ്റ് ആവുന്നത് ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെയോ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെയോ കംപ്ലൈന്റ് അല്ല, അത് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കംപ്ലൈന്റ് ആണ്. അത് നമ്മൾ ഉടനടി ആ വാഹനത്തിന് എന്ത് ഡിഫക്റ്റ് ആണ്, എയറിന്റെ റേഷ്യോയും പെട്രോളിന്റെ റേഷ്യോ ഒക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ചെറിയ ചെറിയ കംപ്ലൈന്റുകളായിരിക്കുള്ളൂ. അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വാഹന ഡോക്ടർമാരായ നമ്മുടെ വർക്ക്ഷോപ്പുകാരെയൊക്കെ കണ്ടുപിടിച്ച് അത് കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അതിന്റെ ഡിഫക്റ്റുകൾ പോരായ്മ തീർത്ത് ഈ അന്തരീക്ഷം നല്ല നമുക്ക് ശ്വാസയോഗ്യമായ ഒരു എയർ നമ്മൾ ഉണ്ടാക്കേണ്ടത് വാഹന ഉടമകളായ നമ്മുടെ എല്ലാവരും ബാധ്യതയാണെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു പൂപ്പത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NV പോളച്ചൻ, അസോസിയേഷൻ ഭാരവാഹികളായ ഡെന്നി പോൾ, തോമസ് കുര്യാക്കോസ്, KP ബിജു, ജോബി ജോസ് ചിറക്കൽ, നിക്സൺ മാവേലി, ഡേവിസ് പാത്താടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ ജോണി കുര്യാക്കോസും ബിനുവും ഈ സംരംഭത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, പൊതുജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും പലപ്പോഴും അലസരാണ്, ഞാനടക്കം. ഞാനൊരു അനുഭവം കൂടി പറഞ്ഞത് അവസാനിച്ചോളാം. പലപ്പോഴും ഈ പറഞ്ഞ പുക പരിശോധന 6 മാസം ഇടിക്കുക വേണം അല്ലേ എന്ന് നമുക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വണ്ടിയിലിരിക്കുന്ന സാധനം 6 മാസം മുമ്പ് ചെയ്തോ, അത് കറക്റ്റാണോ എന്ന് പലപ്പോഴും നമ്മളാരും നോക്കാറില്ല. എനിക്ക് ഇതേ അനുഭവം തന്നെ ഉണ്ടായി. ഒരു ദിവസം കൈ കാണിച്ചു, നമ്മളായതുകൊണ്ട് ഒന്ന് വാൺ ചെയ്ത് വിട്ടു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പോയിട്ട് പുക പരിശോധിച്ചപ്പോൾ എൻ്റെ വണ്ടി കറക്റ്റ് അല്ല, അതിൽ വലിയ വ്യത്യാസം കാണിച്ചു. അപ്പോഴാണ് ഞാനത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിലുള്ള മറ്റ് ഡിഫക്റ്റുകൾ അവർ കണ്ടെത്തുകയും ആ സമയത്ത് അല്ലാതുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകില്ല. എനിക്കറിയില്ല, വണ്ടി സുഖമായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാതെ ഇരുന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ആ വർക്ക്ഷോപ്പിൽ കാണിക്കില്ലായിരുന്നു. ഈ പുക പരിശോധിച്ചപ്പോഴാണ് ആ ഡിഫക്റ്റ് കണ്ടെത്തിയതും ആ കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മാറേണ്ട സാധനങ്ങൾ മാറി അവർ തന്നെ കറക്റ്റ് ചെയ്ത് പുക കറക്റ്റാക്കി തന്നു. അപ്പൊ അത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുള്ളൂ. അപ്പൊ അത് നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ചും ഈ 6 മാസം ഒരിക്കൽ ഇത് ചെയ്യണം എന്നുള്ളത് പലർക്കും അറിയാമെങ്കിലും നമ്മളത് വിട്ടുപോകാറുണ്ട്. എപ്പോഴെങ്കിലും പോലീസ് കൈ കാണിക്കുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുക, കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ ഈ പുക പരിശോധിക്കുക. പുക പരിശോധിക്കുമ്പോൾ അങ്കമാലിലുള്ളവരെല്ലാവരും ബിനുവിൻ്റെ അടുത്ത് തന്നെ വന്ന് പരിശോധിക്കുകയും ചെയ്യുക. അപ്പൊ ബിനുവിന് ഒരു നേട്ടവും ഒരു ഇതായി കിട്ടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിനുവിന്റെ ഈ പ്രസ്ഥാനത്തിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നിർത്തുന്നു. നന്ദി. മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ജോണി കുര്യാക്കോസ്, ഈ വാഹന പരിശോധന ഈ ഗവൺമെന്റുകൾ നിഷ്കർഷിക്കുന്നത് മാത്രം ചെയ്യേണ്ടതല്ല, നമ്മളുടെ വാഹനം സംരക്ഷിക്കേണ്ടതിന് കൂടിയാണ് എന്നുള്ളൊരു കാര്യം അത് നമ്മളിൽ പലർക്കും അറിയില്ല. ഒരു അനുഭവം ഇപ്പോൾ കോളേജേട്ടൻ പങ്കുവെക്കുകയും ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രകൃതിയോട് അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ആ വായു മലിനമാക്കാതെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഒരു പരിധിവരെ ബിനു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഇന്റർനാഷണലി നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പൊല്യൂഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് നിരവധി എഗ്രിമെന്റുകൾ ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, കാർബൺ ക്രെഡിറ്റ് നമ്മുടെ രാജ്യം ഇന്റർനാഷണലി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആഗോളതലത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ രാജ്യം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ വളരെ കുറച്ചുണ്ടാക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ ഈ ഭാവി തലമുറയ്ക്ക് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നല്ല വായു ശ്വസിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കൃത്യസമയങ്ങളിൽ തന്നെ ആ ഇടവേളകളിൽ തന്നെ അതിന്റെ പരിശോധനകൾ നടത്തി അത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു അവയർനെസ് കൂടി ഈ അവസരത്തിൽ ഉണ്ടാക്കി ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി. ഇരുചക്ര വാഹനങ്ങൾ മുതൽ ഹെവി വാഹനങ്ങൾ വരെ സെന്റ് ജൂഡിൽ പുക പരിശോധനയ്ക്ക് വിധേയമാക്കാം. ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 വരെ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.